ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ സമയം 9:54 ആൻഡ് ഇന്ന് സെപ്റ്റംബർ 5 ആണ്. ഭയങ്കര മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നതൊന്നും മൈൻഡ് ചെയ്യണ്ട. ബിക്കോസ് ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു ഞാൻ നാട്ടിലോട്ട് പോവുകയാണെന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നുള്ള 2-3 ദിവസം അടുപ്പിച്ച് ഷോപ്പിംഗ് എന്നും പറഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു. എനിക്കിന്ന് വൈകുന്നേരം ഒരു 4:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഞാൻ എൻ്റെ പാക്കിംഗ് തുടങ്ങിയിട്ടേ ഇല്ല. ഓക്കെ, എനിക്ക് ഈ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് നാട്ടിൽ ഞാൻ 4.5 വർഷം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം ആ ഹോൾ എക്സ്പീരിയൻസ് എനിക്ക് കളക്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഈ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒത്തിരി നേരം സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് പാക്കിങ്ങിലോട്ട് കിടക്കാം. വേറൊന്നുമില്ല, നമുക്ക് പാക്ക് ചെയ്യാം. ഞാൻ ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു ഹ്യൂജ് ബോക്സ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നേ ഞാൻ ഇവിടുന്ന് ബാഡ്മിൻ്റണിലോട്ട് പോകുന്നതിന് മുമ്പേ വാങ്ങിച്ചു വെച്ചാണ്. അതിൻ്റെ ബോക്സിൻ്റെ വെയിറ്റ് തന്നെ 11 കിലോ ഉണ്ട്. എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗ് എന്ന് പറഞ്ഞാൽ 2 ചെക്ഡ് ഇൻ ബാഗ് പറ്റും 23 kg, ഒരു ക്യാബിൻ ലഗേജ് പറ്റും 7 kg, പിന്നെ എനിക്ക് തോന്നുന്ന ഹാൻഡ് ബാഗ് എടുക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേസ്, ബാത്ത് ആൻഡ് ബോഡി ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഫുള്ള് ടേപ്പ് ഒട്ടിക്കണമല്ലോ, മറ്റേ ബോട്ടിലും സാധനങ്ങളൊക്കെ ആകുമ്പോൾ. അതാണ് ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഒരു ഇച്ചിരി വെപ്രാളം തോന്നുന്നുണ്ടെങ്കിൽ സമയം കുറവുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ബോട്ടിൽസ് ഉണ്ടായിരുന്ന എല്ലാം ടേപ്പ് ചെയ്തു. ഇത്രയും ഉണ്ട്. അപ്പം നമുക്കിതെല്ലാം വെക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മളിതെല്ലാം എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തു നിന്നുള്ളതെല്ലാം കുറച്ച് ഇവിടെ വെച്ചിട്ടേ പോവുള്ളൂ. ഇനി ബാഗ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഞാൻ കാണിക്കാം. ഒത്തിരി നേരം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ആൽഡോന്ന് വാങ്ങിച്ച കേട്ടോ. ഇതൊക്കെ എനിക്ക് ആൻറ്റിമാർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് വാങ്ങിച്ച ബാഗ്. 2 സെയിം ആണ് ഞാൻ വാങ്ങിച്ചത്. കാര്യം ആൽഡോയിൽ ഒത്തിരി ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. സാധാരണ ഒക്കെ ആൽഡോയിൽ പോകുമ്പോൾ അത്യാവശ്യം നല്ല കുറെ ഓപ്ഷൻസ് ഉള്ളതാണ്. ഇപ്രാവശ്യം എനിക്ക് ഒത്തിരി ഓപ്ഷൻസ് കിട്ടിയില്ല. എനിക്കാണെങ്കിൽ ഈ ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇതിൻ്റെ 2 ഞാൻ വാങ്ങിച്ചു. ഓഫർ ഓഫ് കോഴ്സ് ഔട്ട്ലെറ്റിൽ എന്തായാലും കാണും, പക്ഷെ അതുകൊണ്ടല്ല ഞാൻ ആ 2 ബാഗ് വാങ്ങിച്ചത്. ഓഫർ ഉള്ളത് കൊണ്ടല്ല കേട്ടോ. ബാക്കിയെല്ലാം ഭയങ്കര ബേസിക് ഐറ്റംസ് ആയിരുന്നു. നമ്മൾ ഈ എന്നാ പറയുന്നത്, ഫുൾ ബ്ലാക്ക്, ഫുൾ റെഡ്, അങ്ങനത്തെ ഒക്കെയായിരുന്നു. അത് വലിയ സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഇത് ജസ്റ്റ് കസിൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാഗ്. അത് അതിൻ്റെ വേറൊരു വെർഷൻ. ഇതും എൻ്റെ വേറൊരു കസിന് കൊടുക്കാനുള്ളതാ. പിന്നെ ഈ ഒരു ചെറിയ ബാഗ്, ഇതും ഞാൻ ആൽഡോന്ന് വാങ്ങിച്ചതാ. ഈ 2 മോഡല് ഗസ്സിന്ന് വാങ്ങിച്ചതാണ്. ലൈക്ക് വിച്ച് ഇസ് ഓബ്വിയസ്, യു ക്യാൻ സീ. അത് വാങ്ങിച്ചു. പിന്നുള്ളത് ഈ റാൻഡം സാധനങ്ങളൊക്കെ ആട്ടോ. ലൈക്ക് ഇവിടുന്ന് ഞാൻ ഫ്രഞ്ച് വാനിലയുടെ ഒരു പൗഡർ എന്തായാലും കൊണ്ടുപോകുന്നുണ്ട്, അവരെ ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ലൈക്ക് പ്രിങ്കിൾസ്, പിന്നെ ചോക്ലേറ്റ് കുറെ വാങ്ങിച്ചു. ഈ കസിൻസ് പിള്ളേർ ഒത്തിരി പേരൊന്നുമില്ല, എന്നാലും 1-2 പേരുണ്ട്. ഒരു നെയ്ബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കസിൻസ് പിള്ളേർക്കും അങ്ങനെ കുട്ടി ടീംസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ടോയ്സ് വാങ്ങിച്ചു. ലൈക്ക് കാറ്, പസില്, അങ്ങനത്തെ കുറച്ച് ടോയ്സ് വാങ്ങിച്ചു. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്കൊരു വാച്ച് വേണമെന്ന്. ഞാൻ എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ, അപ്പൊ ഞാൻ ഏത് ടൈപ്പിലെ വാച്ചാ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ അമ്മ എനിക്കൊരു മോഡൽ അയച്ചു തന്നു. ഫോസിലിന്റെ ഒരു വാച്ചിന്റെ മോഡൽ അയച്ചു തന്നു. നല്ലൊരു ഗ്രേപ്പ്, എന്താ പറയാ, ഒരു ഗ്രേപ്പ് കളർ, ആ ഒരു ടൈപ്പ് ഒരു ചെയിനിന്റെ വാച്ചായിരുന്നു. അപ്പൊ ഞാൻ അന്ന് പ്രീമിയം ഔട്ട്ലെറ്റിൽ പോയി ഫോസിലിന്റെ കടയിൽ കയറിയപ്പോൾ അതേ വാച്ച് അവിടെ ഇരിക്കുന്നു, ഡിട്ടോ സെയിം സാധനം. അപ്പൊ അതാണ് ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചത്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതൊക്കെ സർപ്രൈസ് ആട്ടോ. അമ്മ അയച്ചു തന്ന അതേ വാച്ച് കിട്ടിയെന്ന് പറയുമ്പോളേ എന്തായാലും ഒന്ന് ഞെട്ടും, ഓബ്വിയസ്ലി ഒന്ന് ഞെട്ടും. സോ അങ്ങനത്തെ ചെറിയ ചെറിയ സർപ്രൈസസ് ഒക്കെ ഉണ്ട്. എനിക്കും ഇഷ്ടപ്പെട്ടു ഈ വാച്ച്.
ഗൂഗിളിൽ എന്തോ സെർച്ച് ചെയ്തിട്ടാണ് അമ്മ അയച്ചു തന്നത്. സെയിം സാധനം എനിക്ക് അവിടെ വെച്ച് കണ്ടപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി. ബിക്കോസ് അന്നത്തെ ആ ഫുൾ പർച്ചേസിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയത് ഞാൻ ഈ ഒരു സാധനത്തിലാണ്. കാരണം നമ്മൾ നോക്കി ചെന്ന അതേ സാധനം കടയിലിരിക്കുക എന്ന് പറയുമ്പോൾ, പിന്നെ 7 kg ബാഗിൽ മിക്കവാറും ഞാൻ ചോക്ലേറ്റ് വെക്കാനേ ചാൻസ് ഉള്ളൂ. നമ്മൾ ലിൻഡിന്റെ കടയിൽ ചെന്ന് സാധനം വാങ്ങിച്ചപ്പോൾ അവിടുത്തെ സെയിൽസ് പേഴ്സൺ പുള്ളിക്കാര് പറഞ്ഞു, ഓവർസീസ് പോവാണെങ്കിൽ ക്യാബിൻ ലഗേജിൽ ചോക്ലേറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതാകുമ്പോൾ മെൽറ്റ് ആവത്തില്ല. അപ്പം ചോക്ലേറ്റ് എല്ലാം എൻ്റെ ക്യാബിൻ ലഗേജിൽ പോവും. ബാക്കി ഈ ബാഗും ഈ ലിക്വിഡ് സാധനങ്ങളാണ് മെയിനായിട്ട് എനിക്ക് വെയിറ്റിന്റെ ഒരു കൺസേൺ ഉള്ളത്. അത് മാത്രമേ ഉള്ളൂ വെയിറ്റ് കൂടുതൽ. ഇത്രയും നാൾ കഴിഞ്ഞിട്ട് പോകുന്നത് കൊണ്ട് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. നാട്ടിലിപ്പോൾ എന്താ, വീട്ടുകാരെ മിസ് ചെയ്യും, അവിടുത്തെ ഫുഡൊക്കെ മിസ് ചെയ്യും. പക്ഷെ ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൂടുതലും ലണ്ടനാണ് ഇഷ്ടം. കാര്യം എനിക്ക് എൻ്റെതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, എൻ്റെതായിട്ടുള്ള എന്താ പറയുക, നമുക്ക് എന്ത് വേണേലും അച്ചീവ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാനഡ എന്നെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറെ ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ സമയത്തെ എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഞാൻ എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം കരച്ചിൽ, ഡിപ്രഷൻ, കുറെ അധികം ടെൻഷൻസ്, കുറെ അധികം കാര്യങ്ങൾ തലയിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, ഓവർ തിങ്ക് ചെയ്യുന്നതിന്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ ഓവർ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ലൈക്ക് നമ്മളെ ബോധർ ചെയ്യുന്ന ഒന്നുമില്ല, ഒരു കാര്യങ്ങളും ഇല്ല. എൻ്റെ കൂടെ എൻ്റെ ലൈഫിൽ ഇപ്പം ആരൊക്കെ ഉണ്ടോ അവരാരും എനിക്ക് ടെൻഷൻ തരുന്നില്ല, എനിക്ക് ഓവർ തിങ്ക് ചെയ്യാനുള്ള റീസൺസ് തരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കാനഡ ഹാസ് ഗിവൻ മീ കുറെ നല്ല കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. വേറെ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. ഇപ്പം 4.5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ അധികം ആൾക്കാരും ഇപ്പം എൻ്റെ കൂടെ ഇല്ല. ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ റിലേഷൻഷിപ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും. അപ്പം അങ്ങനത്തെ ഒരു ചെറിയ ട്രാൻസിഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നാട്ടിലോട്ട് ചെല്ലുമ്പോഴായിരിക്കും ആ റിയാലിറ്റി ശരിക്കും ഒന്ന് ഹിറ്റ് ആവാൻ പോകുന്നത്. ശരിയാണ്, അന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഇത്ര ആൾക്കാർ ഇപ്പൊ ഇല്ലല്ലോ എന്നുള്ള ആ ഒരു റിയാലിറ്റി ചിലപ്പോൾ ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും നല്ലപോലെ ഹിറ്റ് ആവാൻ പോകുന്നത്. അതർ ദാൻ ദാറ്റ് ഐ ആം എക്സൈറ്റഡ്. പാക്കിങ് വെച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്തി വെച്ചേക്കായിരുന്നു. കാര്യം അവസാന നിമിഷമായപ്പോൾ ഒരബദ്ധം പറ്റി. ഞാൻ വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, മീൻസ് വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ബാഗ് എടുത്തപ്പോൾ ബാഗിൽ മറ്റേ അത് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു, സിപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ മൊത്തം താഴെ വീണു. പിന്നെയും എനിക്ക് ഒന്നുകൂടി പാക്ക് ചെയ്യേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. എനിവേസ് ഇപ്പോൾ ഞാൻ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 18 മിനിറ്റിൻ്റെ ഡ്രൈവും കൂടെ ഉള്ളൂ. വരുന്ന വഴിക്ക് ഞാൻ ഒരു ഐസ് ക്യാപ്പ് വാങ്ങിച്ചു ടിം ഹോർട്ടൺസിൽ നിന്ന്. കാര്യം രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഇത്രയും നേരമായിട്ടും എൻ്റെ തലയൊന്നും നേരെ ഇരുന്നിട്ടില്ല. ബിക്കോസ് എനിക്ക് ഭയങ്കരമായിട്ടൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരാൻ തുടങ്ങി. സോ ഒന്ന് കിടന്ന് ഉറങ്ങണം എന്നുണ്ട്. കാര്യം ഞാൻ മനഃപൂർവ്വം ഇന്നലെ നേരെ ചോരം ഉറങ്ങിയിട്ടില്ല കേട്ടോ. ബിക്കോസ് എനിക്ക് ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ എനിക്ക് ആ ടയേർഡായിട്ട് തന്നെ എനിക്ക് ഫ്ലൈറ്റിൽ കയറണം, എന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടേലും പോകുമ്പോൾ ഞാൻ പൊതുവേ ഉറങ്ങാൻ ഭയങ്കര പാടാണ്. അത് പിന്നെ ഇത്രയും വലിയൊരു ഫ്ലൈറ്റ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള നല്ല നെർവസ്നെസ് ഉണ്ട്, നല്ല ആൻസൈറ്റി ഉണ്ട്. കാര്യം ഇങ്ങോട്ട് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്, നല്ല അലമ്പ് ഫ്ലൈറ്റ് ആയിരുന്നു. മീൻസ് ഫ്ലൈറ്റ് അല്ല, ആ ഒരു ലോങ് ജേർണി ഭയങ്കര അലമ്പാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇനിയിപ്പോൾ 16 മിനിറ്റിനുള്ളിൽ എയർപോർട്ടിൽ ചെല്ലും. ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. എനിവേസ് നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം.
അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമായിട്ടോ. ഞാൻ സെലക്ട് ചെയ്തത് എത്തിഹാദ് ഫ്ലൈറ്റ് ആയിരുന്നു. ഞാൻ കാനഡയിലോട്ട് വന്ന സമയത്താണെങ്കിലും എത്തിഹാദ് തന്നെയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അപ്പം ഇപ്രാവശ്യം പോകുന്നതിന് ടിക്കറ്റ് എടുത്തപ്പം എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എത്തിഹാദായിരുന്നു. ലൈക്ക് വലിയ റേറ്റിൻ്റെ ഒത്തിരി ഡിഫറൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് എത്തിഹാദിൽ തന്നെ പോകണം എന്നായിരുന്നു. കാര്യം ഓൾറെഡി ജേർണി ഭയങ്കര ലോങ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഫ്ലൈറ്റ് സർവീസും കൂടെ അലമ്പായി പോയി കഴിഞ്ഞാൽ നല്ലപോലെ മടുത്തു പോകും. അപ്പോൾ സോ ഫാർ എൻ്റെ എക്സ്പീരിയൻസ് എത്തിഹാദിലുള്ളത് ഇസ് ടു ഗുഡ്. ഫുഡാണെങ്കിലും നല്ലതാണ്, സ്റ്റാഫാണെങ്കിലും നല്ലതാണ്, ഇൻറ്റീരിയർ വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഫ്ലൈറ്റാണ് എത്തിഹാദ്. ലൈക്ക് ദ ജേർണി ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ആ ഒരു ഇരിപ്പ് 17-18 മണിക്കൂർ ഇരുന്ന് ഉള്ള ആ ഒരു മടുപ്പ് അല്ലാണ്ട് അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എവറിത്തിങ് വാസ് സോ സ്മൂത്ത്. പിന്നെ എത്തിഹാദിൽ പോയിട്ടുള്ള ഇപ്പം വേറെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പോയിട്ട് ഇതുവരെ ഒരു നെഗറ്റീവ് റിവ്യൂ ഇതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുമില്ല. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഇങ്ങോട്ട് വന്ന സമയത്ത് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി നമ്മൾ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ഫ്ലൈയിങ് ഒക്കെ ചെയ്ത ആ ഒരു ടൈമിൽ എന്തൊക്കെ ഫുഡ് കിട്ടും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. ആ സമയത്തൊക്കെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെടാണ്ട് വരിക, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര അൺഈസി ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു അന്നത്തെ ആ ഒരു ഹോൾ ജേർണി എന്ന് പറയുന്നത്. പക്ഷേ ഈ പോക്കിൽ എനിക്കത്ര ആ ഒരു ഒത്തിരി നേരം ഇരുന്ന ആ ഒരു മടുപ്പുണ്ടായിരുന്നു ഒബ്വിയസ്ലി. കാര്യം കാലൊക്കെ ഭയങ്കരമായിട്ട് നീര് വെച്ചു കേട്ടോ നാട്ടിൽ ചെന്ന സമയത്തൊക്കെ ആണെങ്കിലും. അതല്ലാണ്ട് എനിക്കങ്ങനെ ഫുഡിനാണെങ്കിലും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. എനിക്ക് അവർ പ്രൊവൈഡ് ചെയ്ത എല്ലാ ഫുഡും ആക്ച്വലി ഇഷ്ടപ്പെട്ടു. റൈസ് ആണെങ്കിലും പിന്നെ ഇടയ്ക്ക് എന്തൊക്കെയോ പുലാവ്, ബിരിയാണി, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്ക് ടു ബാക്ക് ഫുഡായിരുന്നു. അതുകൊണ്ട് ഒക്കുപ്പൈഡ് ആയിരുന്നു ആക്ച്വലി. ഫിലിം കാണുന്നു, ഫുഡ് കഴിക്കുന്നു, ഇത് തന്നെ. അങ്ങനെ ലാസ്റ്റ് അബുദാബിയിലെത്തി. ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഗേറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇച്ചിരി പാടായിരുന്നു. ലൈക്ക് അബുദാബി ടു കൊച്ചിയാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ്. അപ്പം ആ ഒരു ഗേറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇച്ചിരി പാടായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ഒത്തിരി നടക്കാനും ഉണ്ടായിരുന്നു ആ ഗേറ്റിലോട്ട്. പ്ലസ് ഈ 7 kg ബാഗ് പ്ലസ് എൻ്റെ ഒരു വലിയ ഹാൻഡ് ബാഗും ഉണ്ടായിരുന്നു. ഇത് രണ്ടും പിടിച്ചുകൊണ്ട് ഒത്തിരി ഡിസ്റ്റൻസ് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും നേരം നമ്മൾ ഒരു ഫ്ലൈറ്റിൽ ഇരുന്നിട്ടല്ലേ ഒരു 17-18 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടൂടെ വന്നതുകൊണ്ട് കാല് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് ഭയങ്കര ടയറിങ് ആയിട്ട് തോന്നി ആ ഒരു വാക്കിംഗ് എന്ന് പറയുന്ന പരിപാടി കേട്ടോ.